ദുർബൽ ഹദീസ് ദലീൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ തകർന്നില്ലേ? അപ്പോൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വിഷയത്തിലാണ് വിസ്റ്റം വിഭാഗവും നമ്മൾ തമ്മിൽ വിയോജിപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്കൊന്നും അവരുടെ ആ വിഷയം സംസാരിക്കാൻ ഇഷ്ടമല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? ഇത് സംസാരിക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ നമ്മുടെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാരാകട്ടെ, ഈ പറയുന്ന സമസ്തക്കാരോട് ഇത് പറഞ്ഞ അവർ പറഞ്ഞു നമ്മൾ മുശ്രിക്കാക്കാൻ വന്നാണ് എന്ന്, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവര്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഈ വിഷയം തൊടാൻ ഇഷ്ടമുണ്ടോ? ഈക്ക് വേറെ ഒരു പണിയില്ലേ? ഇപ്പോഴും ഇബാദത്തും ഇലാഹും ചർച്ച ചെയ്യണമെന്ന് അവരും ചോദിച്ച് നമ്മളോട് ചാടിക്കയറും. മൂന്നാമത് വിസ്റ്റം വിഭാഗക്കാർക്കും നമുക്ക് വല്ല കുടുംബോ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്താൽ പോരെ, ഇത് ചർച്ച ചെയ്യണോ? അവർക്കും ഈ വിഷയം സംസാരിക്കാൻ എന്തല്ല, അത് മെയിൻ സ്ട്രീമിലുള്ള മുഴുവൻ മൂല്യന്മാർ ഇപ്പൊ ബാക്ക് അടിച്ചു. എന്നിട്ട് ഈ ചോട്ട അങ്ങേറ്റം ഒരു നിലക്കും സംസാരിക്കാൻ പറ്റാത്ത, അടിസ്ഥാനപരമായ ആ ബോധം പോലും ഇല്ലാത്ത കുറെ ടീം എന്തെടുക്കുക, ഈ വിഷയം ഏറ്റെടുത്തിട്ട് അവരിങ്ങനെ പ്രചരിപ്പിക്കുന്നല്ലാതെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഈ വിഷയങ്ങൾ അവരെന്തെടുക്കുകയാണ്, എടുത്തു മാറ്റാണ്. അവിടെയാണ് നമ്മുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹോദരങ്ങളാണ് ഈ പറയുന്ന മുഴുവൻ ആളുകളും. സമസ്തക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൊച്ചാപ്പ, എളാപ്പ, മൂത്താപ്പ, അമ്മായി അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവുള്ളൂ. ഈ പറയുന്ന വിസ്റ്റംകാരാണെങ്കിലും അവരും നമ്മുടെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരോ അങ്ങനെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായി ഈ ആദർശം അവരുടെ കൽബിലേക്ക് എത്തിച്ചു കൊടുക്കുക. കൃത്യമായി ഈ ആദർശം എത്തിച്ചു കൊടുക്കുന്ന മാത്രമല്ല, ബദാ ബൈനനാ വബൈനകുമുൽ അദാവ, പിന്നെ അവൽ ബഗ്ള, പിന്നെ അബദ, ഏതുവരെ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ. അത് ആ ആദർശ വിയോജിപ്പ് എന്നുള്ളത് പ്രകടമാണ്. അത് പ്രകടമാക്കണം, മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ആദർശ വിയോജിപ്പ് എന്നുള്ളത് മനസ്സിലായോ? ഒരു വേള നമ്മുടെ ആളുകൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ സംശയമുള്ള ആളുകൾ കയറി വരുമ്പോൾ തന്നെ ജിന്ന് ഭൗതികമോ അഭൗതികമോ എന്ന് ചോദിക്കുമല്ലോ. ജിന്ന് അഭൗതികമോ ഭൗതികമോ നാളെ തിരിച്ചറിയാൻ വേണ്ടി, ഐഡന്റിറ്റിവിന് ഏതാണെന്ന് അറിയാൻ വേണ്ടി വരെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇതറിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ തൗഹീദി വിഷയത്തിൽ മാറ്റം വരുത്തിയ ആളുകളാണ് എങ്കിൽ അവരുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് ആദർശ രംഗത്തും അല്ല. ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യമോ വിരോധമോ വിയോജിപ്പോ ഇല്ല. നമ്മൾ അവരോട് ഈ ദഅവത്ത് നടത്തുന്നത് തന്നെ നമ്മുടെ നസീഹത്ത് കൊണ്ടാണ്, നമ്മുടെ ഗുണകാംക്ഷ കൊണ്ടാണ്, അവരിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അത് ചിലപ്പോൾ ശക്തമായി പറയേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ കുറച്ച് നോർമലായി സോഫ്റ്റായി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, തെളിവുകൾ കാണിച്ചു കൊടുത്ത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ടാവും. ഏത് നിലക്കാണോ ഇത് ബോധ്യപ്പെടുത്തേണ്ടത് ആ ദൗത്യം നമ്മൾ നിർവഹിക്കുക. അവിടെയാണ് അള്ളാഹുവിൻ്റെ വിജയം നമുക്ക് ഉണ്ടാവുക, റബ്ബിൻ്റെ സഹായം നമുക്കുണ്ടാവുക. ആ സഹായത്തിന്മേൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. വേറൊന്നും നമുക്ക് കിട്ടില്ല, വേറൊരിടത്തും നമുക്ക് സപ്പോർട്ട് കിട്ടില്ല. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാനാണ്, എങ്കിലൊരു മിനിറ്റ്. മർക്കസുമായുള്ള വിയോജിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ഹദീസുകളെ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡമാണ്. കൂടുതലും ഹദീസുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഒരുപാട് വിയോജിപ്പുകൾ, പ്രത്യേകിച്ച് ഇമാം ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏകോപിച്ച ഹദീസുകളിൽ പോലും സംശയം ഉന്നയിക്കുക എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഇപ്പോൾ കഴിഞ്ഞ വേളകളിലുണ്ടായ ചർച്ചകൾ നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുമ്പോൾ പോലും ബുദ്ധിയുടെ മാനദണ്ഡം കൊണ്ടുവരണമെന്ന് പറയും, ലോജിക്കലായി മാത്രം ഉൾക്കൊള്ളണമെന്ന് പറയുന്ന വാദഗതികൾ അവർക്കിടയിൽ വന്നതും, അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ സ്വീകരിക്കുന്നതിന് വെക്കുന്ന മാനദണ്ഡങ്ങളിൽ വന്ന വിയോജിപ്പുകൾ. ആ വിയോജിപ്പുകളാണ് പ്രധാനമായും മർക്കസ് ദഅവ വിഭാഗമായിട്ടുള്ളത്. മാത്രമല്ല, സ്ഥിരപ്പെട്ട സംഗതികൾ അംഗീകരിക്കുന്നതിൽ പോലും ശിർക്ക് വരും എന്ന് പറയുന്ന വാദഗതികളും അവർ ഉന്നയിക്കുകയും ബോധപൂർവം അവിടെ ഒക്കെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് മർക്കസ് ദഅവക്കാരോട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ നമുക്കറിയാം. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകൃത കിതാബാണ് മുസ്ലിം ലോകത്ത് മുത്തഫഖുൻ അലൈഹി. തലഖത്തുഹുമൽ ഉമ്മതു ബിൽ ഖബൂൽ. ആ ഒറ്റ വാചകം മതി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. തലഖത്തുഹുമൽ ഉമ്മതു ബിൽ ഖബൂൽ എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിമിനെ സ്വീകരിക്കണം, അവലംബിക്കാം എന്ന കാര്യത്തിൽ ഉമ്മത്തിന്റെ ഇജ്മാഅ്, ഇത്തിഫാഖുൽ ഉമ്മയാണ്.
അതാണ് തലഖത്ഹുമൽ ഉമ്മതു ബിൽ ഖബൂൽ. അത് സ്വീകരിക്കാമെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത്, അഹ്ലുസുന്നയുടെ ലോകത്ത് എന്തില്ല, തർക്കം ഉണ്ടായിട്ടില്ല. തർക്കം എന്ന് വെച്ചാൽ വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടാവും ഏതെങ്കിലും ഹദീസിന്റെ കാര്യത്തിലൊക്കെ. പക്ഷെ അത് എങ്ങനെയാണ്, അവർ നഖ്ദ് ചെയ്യുന്ന രംഗത്ത് മാത്രമാണ്. നഖ്ദ് ചെയ്യുക, സ്വാഭാവിക ദാറുഖുത്നി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, അവർ ഹദീസുകളെ നഖ്ദ് ചെയ്യും. അപ്പോൾ ഉസൂലുകൾ വെച്ചിട്ട്, ഇപ്പൊ ബുഖാരിയുടെ ഉസൂലുണ്ട്, മുസ്ലിമിന്റെ ഉസൂലുണ്ട്. ബുഖാരിയുടെ ഉസൂല് അത് മുസ്ലിമിന്റെ ഉസൂലിനേക്കാളും കുറച്ചുകൂടി കട്ടിയായ ഉസൂലാണ്. അതുകൊണ്ടാണ് ബുഖാരി മുസ്ലിമും തമ്മിൽ എടുത്തു വെച്ചാൽ ആ രണ്ട് സ്വഹീഹുകളിൽ ബുഖാരിയുടെ സ്വഹീഹാണോ അവലംബിക്കേണ്ടത്, മുസ്ലിമിന്റെ സ്വഹീഹാണോ അവലംബിക്കേണ്ട കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഭൂരിഭാഗം ജുംഹൂറും പറഞ്ഞത് ബുഖാരിക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ളതാണ്. ഈ ബുഖാരിയും മുസ്ലിമും സ്വീകരിക്കുന്നവർ തന്നെയും അതിൽ ഏറ്റവും അധികം അവലംബിക്കേണ്ടത് ഇത്തിഫാഖായിട്ടുള്ള, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള, ഇവർ രണ്ടുപേരും ഏകോപിച്ചിട്ടുള്ള ഹദീസാണ് എന്നാണ്. ആര്? മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിമും സ്വീകരിക്കുന്ന ഹദീസ്. ഈ പറയുന്ന മർക്കസ് ദഅവക്കാരോട് നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, അതായത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസുകൾ. ബാക്കി പിന്നെ അതിന്റെ താഴെ വരുന്നതേ ഉള്ളൂ. അതിന് താഴെ വരുന്നുള്ളൂ. ഏറ്റവും അസഹായ ഹദീസിന്റെ ഗണത്തിലാണ് ഈ പറയുന്ന ഹദീസ് വരിക. അതിന് താഴെയാണ് സ്വഹീഹ് അടക്കമുള്ള ഹദീസുകൾ വരുള്ളൂ. അപ്പോൾ അതിന് താഴേക്ക് അല്ല, ഏറ്റവും ടോപ്പിലുള്ള ഈ ഹദീസുകൾ മുഴുവനും നമുക്ക് സ്വീകരിക്കാം എന്ന് പറയാം. അതല്ല, ആ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസുകളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നവരെന്തെടുക്കുക, എഴുതി തരാം. രണ്ടിലൊന്ന് ചെയ്താൽ മതി, രണ്ടിലൊന്ന് ചെയ്താൽ മതി. ഒന്നുകിൽ അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. യോജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളുമായിട്ടുള്ള പ്രശ്നം ഏതാണ്ട് തീർന്നു. മനസ്സിലായില്ലേ? അഭിപ്രായ വ്യത്യാസം അവസാനം. യോജിക്കാൻ കഴിയില്ല എന്നാ പറയുന്നെങ്കിൽ അതിന് ന്യായം പറയാം. അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും വേണം. നമ്മൾ പലതവണയും ഈ പറയുന്ന ആളുകൾ സംവാദം നടത്തുന്ന വേളകളിലും കരാറിടുന്ന വേളം വെച്ച് വളരെ സിമ്പിളായ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിൽ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്, ഖുർആനിനെതിരായതുണ്ട്, അതുപോലെ സ്വീകാര്യമല്ലാത്ത ഹദീസുകൾ ഉണ്ടെന്ന് അവർ എഴുതി പ്രഖ്യാപിക്കുക. അതല്ലെങ്കിൽ അത് സ്വീകരിക്കാന്ന് പറയാം. മനസ്സിലായി? സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെന്തില്ല, ഏതാണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ തീരാനേ ഉള്ളൂ. പിന്നെ യോജിപ്പുണ്ടെങ്കിൽ അത് വളരെ വലിയ വിഷയമാണ്. ആ വിഷയം എന്തെടുക്കണം, ചർച്ചക്കെടുക്കണം. അപ്പോൾ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പലപ്പോഴും, അത് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളാണ് മർക്കസ് ദഅവയുമായി നിലകൊള്ളുന്നത്. മാത്രമല്ല, അത് സ്വീകരിക്കുന്നതിന്റെ പേരിൽ നമ്മൾക്ക് ശിർക്ക് സംഭവിച്ചു എന്ന വാദമാണ് ആർക്കുള്ളത്? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എന്താ? മുജാഹിദുകൾക്ക് രാഷ്ട്രീയ ശിർക്കിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മർക്കസ് ദഅവ വിഭാഗം, നമ്മൾ ഇപ്പോൾ കേരളത്തിന്റെ ആളുകൾ എന്താണ്, ശിർക്കിലാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാനപരമായ വിയോജിപ്പുകൾ അവരുമായി ഉള്ളത്. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത വിഷയങ്ങൾ, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ അനുവദിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടി കഴിഞ്ഞ തന്നെ വേണമെങ്കിൽ നമുക്ക് 10 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആകാമെങ്കിലും, പക്ഷെ അതിന് മുൻപ് ഈ വന്ന ആളുകളൊന്നും ഒരു കസേര ചിട്ടയോട് കൂടി ഒന്ന് മുന്നിലേക്ക് ഇടണം. അറ്റം വരെ, ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഒരല്പം മുന്നിലേക്ക്. ഒരു കസേര അവിടെ അറ്റം മുട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഈ ഗ്യാപ്പ്, നടുവിൽ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ഇടേണ്ടത്. സുഹൃത്തുക്കളെ, ഇതിലെ അല്ല പെട്ടെന്ന് തന്നെ ഇരിക്കും. അതെ, കസേര പൊക്കി വെക്കലായിരിക്കും ബഹളം ഒഴിവാക്കാൻ നല്ലത്. പിന്നെ എന്തെങ്കിലും വളരെ പ്രസക്തമായ സംശയങ്ങൾ ഇതിലുണ്ടെങ്കിൽ ചോദിക്കാതെ പോകരുത് എന്നാണ് പറയാനുള്ളത്. ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം പ്രസക്തമാണ് എന്ന് സ്വന്തം നിലക്ക് ഉറപ്പുവരുത്തണം, എന്നിട്ട് ചോദിക്കണം. അത് കഴിഞ്ഞ ഉടനെ അടുത്ത പ്രഭാഷണം ഉണ്ട്. ഇതെല്ലാം തന്നെ അവസാനത്തേത് മുതൽ ഇതൊരു പ്രഭാഷണമായിട്ട്, പതിവ് പരിപാടി പ്രഭാഷണം എന്ന നിലയിൽ ആരും എടുക്കരുത്. നിങ്ങൾക്ക് ഇടയ്ക്ക് തന്നെ അതിൽ ഇടപെടാം, ചോദ്യങ്ങൾ ചോദിക്കാം, അതൊരു പ്രശ്നമല്ല. കാരണം ഇതൊരു പഠന ശിബിരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ ശാഖയിൽ പോയി നമ്മളെല്ലാവരും ക്ലാസ് എടുത്തു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമസ്കാരവും ഭക്ഷണവും. ഈ ഒരു പ്രഭാഷണവും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ നമസ്കാരവും ഭക്ഷണവും. ആകെ എല്ലാവരോടും പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനയുണ്ട്.
സംസ്ഥാന സമിതിക്ക് വേണ്ടി ആ അഭ്യർത്ഥന പറയുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് അഭിമാനപൂർവ്വം ഇവിടെ ഒരു കാര്യം പറയുന്നു. നല്ല ഹാജർ നില രേഖപ്പെടുത്തിയ ഈ പരിപാടിക്ക് പരിക്ക് പറ്റുന്ന വിധത്തിൽ ആരും പുറത്തു പോകരുത്. ഭക്ഷണത്തിന് ശേഷം വരാതിരിക്കരുത്. കേരളത്തിൽ നടന്ന പരിപാടികളിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാണ്, ഭാരവാഹികളെ അനുമോദിച്ച് പറയാണ്, വന്ന നിങ്ങളെ അഭിനന്ദിച്ച് പറയാണ്, ഭക്ഷണശേഷം മുങ്ങാന്ന് നമ്മൾ പറയുമല്ലോ, അതിന്നുണ്ടാവരുത്. അത് നമ്മൾ ഒരു തമാശയായിട്ട് എടുക്കരുത്, അങ്ങനെ പറയുന്നതുമല്ല, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പേർപ്പസ് സെർവ് ചെയ്യാതെ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പിരിയേണ്ടതായി വരും. അപ്പോ സഹോദരിമാരൊക്കെ താല്പര്യത്തിലിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ആ സംഗതി ഉണ്ടല്ലോ, വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ നിങ്ങൾ പരിഭവിക്കരുത്, ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചോളാം. അത് നമ്മുടെ ഒരു പണിയാണ്. കയ്യിലുള്ള ആ കടലാസിൽ നിങ്ങളതൊന്ന് രേഖപ്പെടുത്തി വെക്കണം. പ്രസക്തമായത് ഇപ്പൊ തന്നെ അനസ് മൗലവിയോട് ചോദിക്കാം. മൂപ്പര് വേഗം പൊയ്ക്കളയും, പോണതിന് മുമ്പ് പിടിക്കണം. ചോദിച്ചോളൂ. സങ്കീർണത കൂട്ടണ്ടാന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ വളവന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കുള്ള ഡൗട്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളിലാണ് ഡൗട്ട്. 2023 ഫെബ്രുവരി 12 കോഴിക്കോട് ബീച്ചിൽ വെച്ച് വിസ്റ്റം വിവാഹം നടത്തിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ നടത്തിയൊരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അവർ വ്യക്തമായി അവരുടെ ആ വലിയ LED സ്ക്രീൻ തന്നെ അവർ പറഞ്ഞു, മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് അവർ തന്നെ അതിനോട് യോജിച്ച് അവർ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ നമ്മിൽ നിന്ന് വിഭജിക്കാൻ കാരണമായ ആ ഇതിന് അവർ മാറിയ സ്ഥിതിക്ക് നമുക്കും അവർക്ക് ഒരുമിച്ച് പ്രചാരണ വേദിയിൽ സന്നിധമായിക്കൂടെ എന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പൊ ഇത് വളരെ പ്രസക്തമായ ഒരു കബളിപ്പിക്കലാണ്, അറിയപ്പെട്ടൊരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ അവരവിടെ നടത്തിയത്. സാധാരണക്കാരെ വട്ടം കറക്കാൻ ഇവർ സ്വീകരിച്ചു പോരുന്ന ഒരു നിലപാട് കൂടിയത്. കാരണം വെച്ചാൽ പ്രകടമായി പറയാന്ന് വെച്ചാൽ ക്ലോസ് ഇട്ട് പറയാം. ക്ലോസ് ഇട്ട് പറയാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ജിന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ അതെന്ത് തന്നെ? ശിർക്കു തന്നെ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി അതല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നത് പോലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കു തന്നെ എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അല്ല, പിന്നെ നമ്മളതിനെ തർക്കിച്ചത്. അപ്പം മറ്റേത് അങ്ങനല്ല. ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരില്ല? മുഹീദ്ദീൻ ശൈഖ് ഇല്ല. അള്ളാഹിനെ വിളിക്കുന്ന വെച്ചാൽ അള്ളാഹു ഇലാഹാണ്. ഇങ്ങനെയുള്ള ക്ലോസിങ് വർത്താനാണ്. അതുകൊണ്ടാണ് ജിന്നെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ സഹായിക്കണേ എന്നിങ്ങനെയുള്ള സഹായതേറ്റങ്ങൾ ശിർക്കു തന്നെ എന്നവിടെ എഴുതി കാണിച്ചപ്പോൾ താഴെ എന്ന് പറഞ്ഞത് എന്ത്? അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ. അപ്പൊ രണ്ടുമായി. ഒന്നെന്ന് വെച്ചാൽ ആളുകൾ ഈ നമ്മുടെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ അവരോട് പോയി ചോദിക്കും, നമുക്ക് അങ്ങനെ വാദം ഉണ്ടോ? ഈ പുതുതായി വരുന്ന ആൾക്കാരല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഈ ഒച്ച കേട്ട് വന്ന ആൾക്കാരുണ്ടാവും, ഇതിന് വാത് കേട്ട് വന്ന ഫാമിലി കോൺഫറൻസ് കണ്ടു വന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ വാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളും കേനമും തമ്മിൽ എന്താ യോജിപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുമോ? ഈ പറയുന്ന ജിന്നെ സഹായിക്കണം അത് ശിർക്കല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം ആളുകളെ ഒരിടത്ത് എന്തെടുക്കാൻ പറ്റി? മറക്കാൻ പറ്റി. മറ്റേ ഭാഗത്ത് എന്ത് സംഭവിച്ചു? ഇനി പഴയകാല ഈ വാദമൊക്കെ അറിയുന്ന നമ്മൾ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നത് പോലെ അപ്പൊ അങ്ങനെ പറയാം, അല്ലാഹുവേ എന്ന് വിളിക്കുന്നത് പോലെ. ഇതാണ് ആ വിഷയത്തിൽ നടത്തുന്ന തട്ടിപ്പ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ അവരോട് നേർക്കുനേരെ ചോദിക്കുക, പോയിട്ട് എന്ത്? ശബ്ദം കേൾക്കുന്ന പരിധികൾ ജിന്നുണ്ട് എന്ന് കരുതി ജിന്നെ സഹായിക്കണേ, അല്ലെങ്കിൽ ജിന്നെ വെളിച്ചം തരണേ, ജിന്നെ വഴി കാണിക്കണേ എന്ന് നമ്മളൊരാൾ സഹായം തേടിയാൽ, അതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന സലഫി മൻഹജ് അംഗീകരിക്കുന്ന സലഫിയായ ഒരാൾ അങ്ങനെ സഹായം തേടിയാൽ അത് ശിർക്കാണോ? അല്ലേ? അത് ശിർക്കാണ് എന്ന് എഴുതി തന്ന് അന്ന് എഴുതണമെന്നില്ല, പറഞ്ഞാൽ തന്നെ നമ്മൾ ഐക്യപ്പെടും.
അങ്ങനെയൊന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വിശ്വാസം തെറ്റാണ്, അബദ്ധമാണ്, അത് ശിർക്കാണ്, ജിന്നിനെ സഹായിക്കണേ എന്ന് വിളിക്കുന്ന ആ തേട്ടം ശിർക്കാണ്, ജിന്നുകളുടെ സഹായതേട്ടം ശിർക്കാണ് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ പിന്നീട് അവൻ ഇങ്ങോട്ട് വന്നാൽ തന്നെ മതി. ഇതാ തറവാട്. തറവാട്ടിൽ നിർത്തം പുണങ്ങിപ്പോയി ഒരു വഴക്കിട്ടിട്ട് ഓനാ പടക്കം തീർന്ന എന്തെങ്കിലും ചെയ്താൽ മതി. നമുക്ക് പിന്നീട് ഒന്നും വേണ്ട, നേരെ തിരിച്ചിട്ട് വന്നാൽ മതി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ തിരിച്ചിങ്ങനെ വരാം, ആർക്കും വരാം, സമസ്തക്കാർക്കും വരാം. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചാൽ ഇതിൽ ഒരു തരത്തിലും ആരോടും ഒരു പ്രത്യേകമായ വിദ്വേഷമോ വെറുപ്പോ കൊണ്ട് പറയുന്നതല്ല, ആശയ ആദർശ വിയോജിപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ എന്നൊരു ചോദ്യം ഇനിയും നമ്മൾ ഈ മലയാള വാക്കിൽ കിടന്ന് കളിക്കരുത്. ഏത് ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചിലപ്പോൾ മലയാള ലെക്സിക്കനൊക്കെ എടുത്തുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഭൗതികം എന്താണ്, അഭൗതികം എന്താണ്, മലയാള ലെക്സിക്കണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഭൗതികം അഭൗതികം പഞ്ചഭൂതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ചിട്ടായി പോണത്. എന്തിനാ ഇത്ര ഇടങ്ങേറാണ്? അറബിയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ജിന്ന് ഹാദിറാണോ ആയിബാണോ? ഈ ജിന്ന് ആലമു ഷഹാദയിലുള്ളതാണോ ആലമുൽ ഗൈബിലുള്ളതാണോ? ഈ ഭൗതിക അഭൗതിക പറയണ അങ്ങനല്ലേ? ആലമു ഷഹാദയുണ്ട്, ആലമുൽ ഗൈബുണ്ട്. ആലമു ഷഹാദ എന്താ? നമ്മൾ കാണുന്ന ഈ സയൻസിന്റെ ലോകം, ഈ നമ്മൾ കാണുന്ന ഈ ലോകം, അതാണെന്ത്? ആലമു ഷഹാദ. കണ്ണുകൊണ്ട് കാണാം, മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാം, ടെലസ്കോപ്പ് കൊണ്ട് കാണാം. അങ്ങനെ നമ്മുടെ ശാസ്ത്ര പുരോഗതിയോ നമ്മുടേതായ കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ട് കാണാൻ കഴിയുന്ന ലോകത്തിന് പറയുന്ന പേരാണെന്ത്? ആലമു ഷഹാദ. കണ്ണുകൊണ്ട് കാണണം മാത്രമല്ല, സയൻസ് കൊണ്ട് കണ്ടാലും മതി, ബുദ്ധി കൊണ്ട് കണ്ടാലും മതി. മറ്റേ ഊഹിച്ചിട്ട് നമ്മുടെ തലച്ചോറിട്ട് കറക്കി കൊണ്ടുവന്നിട്ട് മറ്റേതോ ആലമുൽ ഗൈബാണ്. അപ്പോൾ വൈബിയായ നിലക്ക് ആ ഇബിനോട് സഹായം തേടാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന ഒരു കാര്യം. മലയാളം ഭൗതികം അഭൗതികം, ഭൗതികം വെച്ചാൽ അങ്ങനല്ല, അഭൗതികം ഇങ്ങനല്ലേ, കാര്യകാരണബന്ധം ഇങ്ങനല്ലേ, ഇതൊക്കെ ഇട്ട് കുഴച്ചു മറിക്കുകയാണ്. എന്നാൽ എവിടെങ്കിലുമൊക്കെ എന്തെടുക്കും വായു, ആകാശം, ഈ 5 ഭൂതങ്ങളുണ്ടല്ലോ, പഞ്ചഭൂതം എന്ന സങ്കല്പം വെച്ചിട്ടും ജിന്ന് വൈബിയാണ് എന്ന് പറഞ്ഞാൽ അവരെന്താ സംഭവം? സാധാരണ പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നി പെടും. അപ്പൊ ജിന്നിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഹുലിക്കത്തിൽ ജാനു അഗ്നി കൊണ്ടാണ്. അത് ഈ അഗ്നിയല്ല, നമ്മുടെ തീയല്ല, നമ്മൾ കാണുന്ന പ്രകാശമല്ല. യഥാർത്ഥത്തിൽ എന്ത്? മിന്നാരി സമൂം എന്നാണ്. ഈ സമൂമായ നാറെന്താ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും വരും. അപ്പൊ ഈ പഞ്ചഭൂതം എന്ന് പറയുന്ന ലെക്സിക്കൻ എടുത്ത് വന്നാൽ തന്നെ ഈ തീയിലേക്ക് പിടിക്കുവര്, ആ പിടിക്കാനാ കൊണ്ടുവരട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയി അള്ളാഹ് പറഞ്ഞ വാചകങ്ങളും ഖുർആൻ പറഞ്ഞ വാചകങ്ങളും ഹദീസിൽ വന്ന വാചകങ്ങളും ഉലമാക്കൾ വിശദീകരിച്ച വാചകങ്ങളും ഉള്ളപ്പോൾ ഇവൻ മലയാളത്തിൽ കിടന്ന് കുത്തിമറിയാണ്. മലയാളത്തിൽ കിടന്ന് കുത്തിമറിയേണ്ട ആലമുൽ ഗൈബ് ആലമു ഷഹാദ. ജിന്ന് ആലമുൽ ഗൈബാണോ ആലമു ഷഹാദയാണോ? ഷഹാദയുള്ള മനുഷ്യരാണോ? നിങ്ങൾക്ക് എന്തെടുക്കാം, അവന് കഴിയുന്ന കാര്യം ചോദിക്കാം. ആലമു ഷഹാദയുള്ള ആനയാണോ? കൊണ്ടുവന്ന് തടിവലിപ്പിക്കാം. അതും പ്രാക്ടീസ് ഉള്ളതിന്, പരിശീലനം കിട്ടിയതിന്, അല്ലാത്തതിന് പറ്റില്ല. പരിശീലനം കിട്ടിയ ആലമു ഷഹാദയുള്ള നായാണോ? കൊണ്ടുവന്ന് മണം പിടിക്കാം. JCB ഉപയോഗിക്കാം. മനുഷ്യ കഴിവ് മുഴുവൻ അവിടെ ഉപയോഗിക്കാം. ആലമു ഷഹാദയാകണം. ആലമുൽ ഗൈബിൽ വലിയ വലിയ പണി നടക്കുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞു. അവർ ആകാശത്ത് പോണു, കട്ട് കേൾക്കുന്നു, കവായതുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മറ്റതുണ്ട്, മരിച്ചതുണ്ട് എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അതൊക്കെ ഉണ്ട്. നമുക്ക് ഇടപെടാൻ പറ്റുമോ? ആലമുൽ ഗൈബ് നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അത് ഇന്നെ അട്ടിമറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭൗതിക അഭൗതിക കാര്യകാരണ ബന്ധം, അങ്ങനെ ഒരുപാട് സങ്കീർണതകളുണ്ട്. ഈ സങ്കീർണതകളെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ സിമ്പിളായി നമ്മുടെ പണ്ഡിതന്മാര് ഖുറാഫികൾക്ക് പറഞ്ഞു കൊടുത്താണ്. നമ്മൾ അള്ളാഹിനോട് മാത്രം സഹായം തേടണമെന്ന് പറയുമ്പോൾ കുബൂരികളായ ആളുകൾ സാധാരണ അപ്പോൾ ഡോക്ടറോട് സഹായം തേടുന്നില്ലേ, ഉമ്മാനോട് കഞ്ഞി ചോദിക്കണില്ലേ, ഇങ്ങനെ വളരെ വളരെ തരം താഴ്ന്ന ചോദ്യങ്ങളുമായി വന്നപ്പോഴാണ് നമ്മൾ കുഞ്ഞീത് മനിയൊക്കെ വളരെ സിമ്പിളായി വിശദീകരിടാ. താമരശ്ശേരി ചുരം അതിൻ്റെ 8ാം വളവിലെത്തുമ്പോൾ ഒരു വാഹനം താഴേക്ക് വീഴുമ്പോൾ അതിനകത്ത് നജീബ്, ഒരു നജീബുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ 3 ആൾക്കാരുണ്ട്. ഒരാൾ ഗുരുവായൂരപ്പാന്ന് വിളിച്ചു, അതല്ലെങ്കിൽ ഒരാൾ കന്യാമറിയമേന്ന് വിളിച്ചു, ഒരാൾ മമ്പുറന്നങ്ങളേന്ന് വിളിച്ചു. മനസ്സിലായോ? ഇത് 3 എന്താണ്? ശിർക്കാണ്, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എപ്പോഴാണ് വരുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെ കൊണ്ടുപോയി നമ്മള്. അപ്പൊ ഈ ഖുറാബികൾ പറയും, ഇവിടെ ഈ താമരശ്ശേരി ചുരുവില്ലായിരുന്നെങ്കിൽ മുജാഹിദ് തൗഹീദ് പറയാൻ പറ്റുമായിരുന്നില്ല. താമരശ്ശേരി ചുരുവില്ലായിരുന്നെങ്കിൽ തൗഹീദ് പറയാൻ പറ്റൂലേ? പറ്റും. പക്ഷെ ഇത്രയും വളരെ
ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ലേ, അത് ചോദിക്കാം. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, അത് അഭൗതികമായ കാര്യങ്ങൾ, അത് ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ വളരെ സിമ്പിളായി ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്ത വാചകങ്ങളെ എന്തെടുത്തു, പിന്നീട് കൊണ്ടുവന്നിട്ട് അത് എന്ത് തൗഹീദ് ശിർക്കും മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനമായി അസാസുകളായി ഈ മലയാളം വാക്കുകളെ വെച്ചിട്ട് അതിന് തൗഹീദ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഖുറാഫികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംഗതിയാണ്. അതിൽ ഇത് പെടില്ലല്ലോ എന്ന്. അത് മന്ദിക്കിൻ്റെ ഒരുപാട് ഹുക്കുമകൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് തൗഹീദ് ശിർക്ക് ഇങ്ങനെ ഉരുട്ടിയാൽ നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമാണ് തൗഹീദ്. നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. നമ്മുടെ ചിന്തയോ നമ്മുടെ ബുദ്ധിയോ അല്ല തൗഹീദ്, അള്ളയും റസൂലും പറയുന്നതാണത്, അമ്പിയാക്കളിലൂടെ അല്ല പഠിപ്പിച്ചതാണത് എന്നുള്ള ആ ഒരു സംഗതിയിൽ ഉറച്ചു നിൽക്കണം. ആ രംഗത്താണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ അതിനെതിരാകുന്ന സംഗതികൾക്കെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇനി ഭൗതിക അഭൗതികമാണെങ്കിൽ അവർ തന്നെ എഴുതിയ ഭൗതിക അഭൗതികമൊക്കെ ഒരുപാട് നോട്ടുകളുണ്ട്. നമ്മുടെ യഖീൻ പോലുള്ള പരിപാടികൾ അതിൻ്റെ നോട്ട്സുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഭൗതികമാണ്, അഭൗതികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മറുപടി പറയാൻ കഴിയുന്നത് ഉമർ മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുർ റഅദിന്റെ വ്യാഖ്യാനത്തിൽ, ഉമർ മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുർ റഅദിന്റെ വ്യാഖ്യാനത്തിൽ അത് പുനർപ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ വിസ്റ്റം നേതാക്കളിൽപ്പെട്ട നേതാക്കൾ എന്ന് ചിലപ്പോൾ വിയോജിക്കുമെങ്കിൽ മുജാഹിദുകളും അതുപോലെ വിസ്റ്റംകാരും തമ്മിലുള്ള വിയോജിപ്പിനെ കുറിച്ച് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിനെതിരെ പുസ്തകം എഴുതിയ ഉമർ മൗലയുടെ മകനായ മുബാറക് പുറത്തിറക്കുന്ന ഖുർആൻ പരിഭാഷയിൽ എന്താ പറയുന്നത്, അള്ളാഹു പിന്നെ ശൈത്വാൻ, സ്വർഗം, നരകം ഇതൊക്കെ അഭൗതിക കാര്യങ്ങളാകുന്നു. ബ്രാക്കറ്റിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ളവ. ഇതാരെഴുതിയത്? ആരാ? ഉമർ മൗലവി. ഉമർ മൗലവി എഴുതിയത് ആര് പ്രസിദ്ധീകരിക്കുന്നു? മുബാറക് ഉമർ മൗലവിയുടെ കാലശേഷം പ്രസിദ്ധീകരിക്കുന്നു. ഇന്നും അത് വിപണിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ശൈത്താൻ ആരാക്കി? അള്ളയാക്കിയോ? അള്ളാഹു പിന്നെ ശൈത്വാൻ, സ്വർഗം, നരകം ഇതൊക്കെ എന്താണ്? അഭൗതിക കാര്യങ്ങളാവുന്നു. അഭൗതിക കാര്യങ്ങൾ എന്ന് വെച്ചാൽ മനസ്സിലായില്ലെങ്കിൽ ബ്രാക്കറ്റിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ളവ. ഇനി നമുക്ക് ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയ ജബ്ബാർ മൗലവി തന്നെ ഇബ്നു തൈമിയ വിമർശകരും മറുപടിയും എന്ന പുസ്തകം, ആ പുസ്തകത്തിന്റെ തുടക്ക ഭാഗത്തിൽ തന്നെ 32-90 പേജുകളിലൊക്കെ രേഖപ്പെടുത്തി എന്ത്? പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അഥവാ അഭൗതിക കാര്യങ്ങൾ. എവിടെ എഴുതിയത്? ഇപ്പൊ രണ്ടാമത്തെ ബുക്ക് ഏതാ പറഞ്ഞത്? ജബ്ബാർ മൗലവി തന്നെ എഴുതിയ ഇബ്നു തൈമിയ വിമർശകരും മറുപടിയും എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ തന്നെ പറയാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ളവ ബ്രാക്കറ്റിൽ. അപ്പൊ അഭൗതികം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളതൊക്കെ അള്ളയാണ്ടേ. ഇവരുടെ വാദം ശരിയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളതൊക്കെ എന്തായി? അഭൗതികായ പിന്നാരായി? എന്ത് കഷ്ടമാണ്. അപ്പോൾ വളരെ അപകടം പിടിച്ചിട്ട് വാദമാണ് വാദിക്കുന്നത്. അഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് നമുക്കറിയാം ഏതൊരു ഭാഷയിലും വ്യാപകാർത്ഥത്തിലും പ്രത്യേകിച്ച് ഹാസ്വായുമൊക്കെ ഉപയോഗിക്കുന്ന തലങ്ങളുണ്ട്. മനസ്സിലായോ? അള്ളാഹ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ രണ്ടാക്കിയിട്ട് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. സൃഷ്ടികളിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങളെ, ജിൻസുകളെ വേറെ വേറെ തിരിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അഭൗതികം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായി ഉപയോഗിക്കുന്ന ഒരു മലയാളം വാക്കാണ്. അത് സലഫി പണ്ഡിതന്മാർ ഈ രണ്ട് തരത്തിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് പറയുന്ന കാര്യങ്ങൾക്കും അല്ലാതെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ അഭൗതിക കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളവ എന്ന അർത്ഥത്തിലും കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളത് തന്നെ എന്നാൽ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ളത് എന്ന അർത്ഥത്തിലൊക്കെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേങ്ങരയിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് എന്ത്? കഴിഞ്ഞകാല മുജാഹിദ് പണ്ഡിതന്മാർക്ക് എന്തറിയുമായിരുന്നില്ല? മലയാളം അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അഭൗതികം എന്ന് പലയിടത്തും എന്തെടുത്തത്, അല്ലാത്ത പല കാര്യങ്ങൾക്കും പ്രയോഗിച്ചത്. എന്നിട്ട് അത് കട്ട് ചെയ്തു പ്രസംഗം കഴിഞ്ഞപ്പോൾ. മനസ്സിലായോ? നമ്മളെ വീഡിയോ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. വീഡിയോ ഇറങ്ങി നോക്കുമ്പോൾ ആ ഭാഗത്ത് എന്ത് കാണുന്നില്ല?
കഴിഞ്ഞ കാലം മുജാഹിദ് പണ്ഡിതന്മാർക്ക് മലയാളം അറിയുമായിരുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന കോളേജിൽ പഠിച്ച മലയാളം പഠിച്ച ആളാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഓനാണ് ഇവരൊക്കെ അടക്കം മേളിൽ പോയ ആള്. അപ്പോൾ ഇത് കട്ട് ചെയ്തിറങ്ങിയാണ്. അപ്പം നമ്മൾ ഈ ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ വീഡിയോ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ ആ ഭാഗം ഒരു ചാട്ടം, ഒറ്റ ചാട്ടം. പിന്നെ നമ്മൾ ആ ചാട്ടം തിരുത്തിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടത്. കോമ്പാറയിൽ വെച്ച് കൊണ്ട് നടന്ന, നുച്ചിമയിൽ വെച്ച് കൊണ്ട് നടന്ന മുഖാമുഖത്തിൽ രണ്ടും കാണിക്കുന്നുണ്ട്. ചാട്ടവും കാണിക്കുന്നുണ്ട്, ചാട്ടം ഇല്ലാതെയും നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാല മുജാഹിദ് പണ്ഡിതന്മാർക്ക് മലയാളം തിരിയാത്തത് കൊണ്ടാണ് എന്തെടുത്തത്, ഈ അഭൗതികം അവിടെ ഇവിടെയൊക്കെ പ്രയോഗിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ സംഗതി നമുക്ക് ഏകദേശം നോർമലി മനസ്സിലാവുമല്ലോ. ഭൗതികവും അഭൗതികവും മലയാള വാക്കുകളാണ്. അതൊക്കെ ആപേക്ഷികമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമുക്ക് അത്യാവശ്യം അറബി അറിയുന്ന ആൾക്കാരല്ല, അറബി തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാം. ആലമുൽ ഗൈബ്, ആലമു ഷഹാദ. ആലമുൽ ഗൈബാണ് ആര്? ജിന്നും മലക്കും ഒക്കെ. ആലമു ഷഹാദയാണ് ആര്? നമ്മൾ. ഇനി ആലമു ഷഹാദയിലേക്ക് ഇവർ വരുന്ന കാലത്ത് അപ്പം നമുക്ക് കൈകാര്യം ചെയ്യാം അതെങ്ങനെയാന്നുള്ളത്. ആലമു ഷഹാദയിലേക്ക് ജിന്ന് കയറി വരികയാണെങ്കിൽ, ആലമു ഷഹാദയിലേക്ക് മലക്ക് കയറി വരികയാണെങ്കിൽ ഏതുപോലെ മറിയം ബീവിക്ക് വന്നു ആര്? ഇബ്രാഹിം ഇവിടെ മുന്നിൽ വന്നാര്? അപ്പൊ നമ്മൾ പോത്ത് ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായില്ലേ? അത് ആലമു ഷഹാദയിലേക്ക് അവർ വരുമ്പോൾ അവരെങ്ങനെയാ വരുന്നത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്തെടുക്കാം, അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അപ്പോൾ ആലോചിക്കാം. എന്നല്ലാതെ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട. ഇപ്പോൾ ഒരു ആലമുൽ ഗൈബിലാണ്. ആലമുൽ ഗൈബിൽപ്പെട്ടവരോടുള്ള എല്ലാ നിയമങ്ങളും അവിടെ ബാധകമാണ്. നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ്. ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഈ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ മണ്ഡലത്തിലും ജില്ലയിലേക്ക് നമുക്ക് ഇനിയും നടത്താം. അടുത്ത പ്രഭാഷണം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാണ് ഭക്ഷണവും നമസ്കാരവും. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ അറിയിച്ചതുപോലെ ഇടയ്ക്ക് ആരും എണീറ്റ് പോകരുത്. പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഇരിക്കണം. അതിനുവേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ളത്. അബ്ദുൽ വഹാബ് സലാഹി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാരത്രിക വിശ്വാസം ജീവിതത്തെ നയിക്കുന്നു എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പനേരം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. പണ്ഡിതന്മാരായ ദാഇകളായ നിങ്ങളോട് ഒരു വാദം നടത്താനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് എനിക്ക് നിങ്ങളെക്കാളേറെ അറിവോ പക്വതയോ ഒരുപക്ഷെ ഉണ്ടായിരിക്കണമെന്നില്ല. ഏതായാലും ഇവിടെ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയം എന്നോട് നിർദ്ദേശിച്ച സമയത്ത് നമ്മുടെ ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ അബ്ദുസ്സമദ് സാഹിബിൻ്റെ മരണം ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ്. ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞ് ചക്ക വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷ, ഇങ്ങനെ രോഗിയാണെങ്കിൽ ഈ രോഗം കൊണ്ട് മരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ
ആകസ്മികമായി സങ്കല്പിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞാൻ ഇങ്ങനെ മരിക്കും എന്ന് വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മരണങ്ങളുടെ വർത്തമാനങ്ങളാണ് അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സ്വാഭാവികമായും ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. നീ ദുനിയാവിൽ ഗരീബായി, അപരിചിതനായി, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. ആ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് കാണാം, സുബഹിയായാൽ ഫലാ തൻതളിറിൽ മസാ, വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ സുബഹിയെയും പ്രതീക്ഷിക്കണ്ട. ഇതൊരു വാക്കിനപ്പുറത്ത്, ഒരു വാചകത്തിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ഹദീസ് ഒന്ന് കൊണ്ടുവന്നാൽ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കുമോ? വെറുതെ ഒക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതകൾ, വിവാഹപ്രായമായ മക്കൾ, പണിതീരാത്ത വീട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളിൽ ഒന്നുപോലും നേടാനാവാത്ത വിഷമം, നല്ലൊരു ജോലിയില്ലാത്തതിന്റെ സങ്കടം, മക്കളുടെ പരിതസ്ഥിതിയിലുള്ള വിഷമങ്ങൾ, നൂറ് ബാധ്യതകൾക്കിടയിലാണ് മരണമെന്ന നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പിക്കാൻ, ഹദീസ് പഠിപ്പിക്കാൻ, ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അവസരം തന്നവർ എന്ന നിലയിൽ ജീവിതത്തിന്റെ പ്രഥമമായ ലക്ഷ്യം ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ 2-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാതെ നമുക്കറിയാം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും എന്തിന് റബ്ബ് നൽകി? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ. ജീവിതത്തിന് ലക്ഷ്യമുണ്ടോ? കന്നുകാലികളെ പോലെ, പറവകളെ പോലെ, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ പോലെ ജീവിച്ച് തീർത്താൽ പോരെ എന്ന ആധുനിക ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹു തആല പറയുന്ന കൃത്യമായ മറുപടിയുണ്ട്. ജീവിതം പറന്നു തീർക്കാനുള്ളതല്ല, ജീവിതം മൃഗങ്ങളെ പോലെ ജീവിക്കാനുള്ളതല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നമ്മളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതം നൽകിയത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് ചോദിക്കുന്ന ഭൗതിക യുക്തിവാദികളോടും ഇസ്ലാം വിരുദ്ധരോടും ഖുർആൻ തന്നെ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ മരിച്ചുപോയാൽ, മണ്ണായി പോയാൽ പുനർജീവിപ്പിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് ഖുർആൻ മറുപടി പറയുന്നത് പോലെ എന്തിനാണ് ജീവിതം എന്ന ചോദ്യത്തിന് ഖുർആൻ മറുപടി നൽകുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ആകാശമെന്ന അത്ഭുതത്തെ നോക്കിയിട്ട്, പർവ്വതത്തിന്റെ അത്ഭുതങ്ങളെ നോക്കിയിട്ട്, സമുദ്രത്തിന്റെ അത്ഭുതങ്ങളിൽ മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന ആയത്ത് കേട്ടിട്ട് സമുദ്രത്തെ 2 ഭാഗമായി, ഒരു ഭാഗത്ത് ഉപ്പുവെള്ളവും ഒരു ഭാഗത്ത് ശുദ്ധമായ വെള്ളവും അങ്ങനെ വേർതിരിച്ച റബ്ബുൽ ഇസ്സത്ത് കാണാൻ കൊള്ളാത്ത, കണ്ടാൽ ഇറക്കുന്ന നിസ്സാരമായ ബീജത്തുള്ളിയിൽ നിന്ന് അത്ഭുതകരമായി സുമ്മ ഖലഖ്ന നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുൽഗതൻ ഫഖലഖ്നൽ മുൽഗത ഇളാമ, അത്ഭുതകരമായ ഒരു ബീജത്തുള്ളിയെ ഈ കാണുന്ന മനുഷ്യകോലമാക്കി റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെക്കാൾ വലിയ സൗഭാഗ്യങ്ങളിലായിരിക്കും ഈ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കിയവർ. നമ്മളെക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലായിരിക്കും ഈ സമൂഹത്തിൽ ഭിന്നിപ്പും ഛിദ്രതയും അപകടങ്ങളും ഉണ്ടാക്കിയവർ. മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരികൾ കോടീശ്വരന്മാരായി മാറുന്ന കാലം, ശരീര വിൽപ്പനയിൽ അവയവ കച്ചവടം പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അവയവ കച്ചവടം നടത്തുന്ന വർത്തമാനങ്ങൾ നമ്മൾ ഇന്ന് ഈ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ശരീര വാണിഭത്തിൽ, പെൺവാണിഭത്തിൽ, അതേപോലെ ആണിനെയും പെണ്ണിനെയും ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിൽപ്പന നടത്തുന്ന വൃത്തിഹീനമായ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അവരും നമ്മളും ഒരുപോലെയാണെന്ന്? മദ്യപാനിയും മദ്യപിക്കാത്ത നമ്മളും ഒരുപോലെയാണെന്ന്? മയക്കുമരുന്ന് ജീവിതത്തിൽ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത നമ്മളും മയക്കുമരുന്ന് ഉപയോഗിച്ച് ലക്കും ലഗാനുമില്ലാതെ ബോധരഹിതനെ പോലെ ജീവിക്കുന്നവരും തുല്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? വ്യഭിചരിച്ച് നടക്കുന്നവനും വ്യഭിചാരത്തിന്റെ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന നമ്മളും ഒരേപോലെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഷിർക്ക് ചെയ്ത് ജീവിക്കുന്നവരും ഷിർക്ക് ചെയ്യാതെ പടച്ചവന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്ന നമ്മളും ഒരുപോലെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അന്നജ്അലില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർള്. സത്യവിശ്വാസം സ്വീകരിച്ചവരെയും സൽക്കർമ്മം ചെയ്തവരെയും കൽ മുഫ്സിദീന ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ പോലെ പടച്ചവനാക്കില്ല. അന്നജ്അൽ മുത്തഖീന കൽ ഫുജ്ജാർ, ഫുജ്ജാറുകളെ പോലെ മുത്തഖികളെ ആക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫാജിരീങ്ങളെ പോലെ മുത്തഖികളെ റബ്ബാക്കില്ല. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ പോലെ വിശ്വാസികളെയും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരെയും അല്ലാഹു ആക്കില്ല. അത് പടച്ചവന്റെ ഉറപ്പാണ്. അതുകൊണ്ട് ആര് എന്തൊക്കെ ചോദിച്ചാലും, ആരെന്തൊക്കെ വിമർശിച്ചാലും, നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ, പരലോകം കണ്ടിട്ടുണ്ടോ, കബറിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യത്തിന്റെ മുമ്പിൽ ഒരൊറ്റ മറുപടിയിൽ അല്ലാഹു ഒതുക്കുന്നു. എന്താണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, ഇത് നിരർത്ഥകമായ ഒരു ജീവിതമല്ല എന്ന ശുദ്ധമായ മറുപടി. ഇനി എൻ്റെ സുഹൃത്തുക്കളെ, മരണാനന്തരം എന്ത് എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. മരണാനന്തരം എന്ത് എന്ന ചോദ്യം വിശ്വാസികളായ ദാഇകളായി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, എത്ര ഹദീസുകൾ എങ്ങനെയുണ്ട്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലികുരിം വൈഫഹു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയകുൽ ഖൈറൻ ഔ ലിയസ്മുത്. എത്ര ഹദീസുകൾ അവിടെ വിശദീകരിച്ചത് എന്താ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ. ഈമാൻ കാര്യത്തിലെ പ്രസക്തമായ രണ്ട് ഭാഗമാണ് ഈമാനു ബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിലുള്ള വിശ്വാസം, അതേപോലെ ബിൽ യൗമിൽ ആഖിർ, ഖിയാമത്തിലുള്ള ആഖിറത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്തെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ നടത്തുന്നത് ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലുള്ള വികാരത്തെ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്തുള്ള ആ വികാരത്തെ വിശുദ്ധ ഖുർആൻ വിവരിച്ചതുപോലെ ഒരു ഗ്രന്ഥവും വിവരിച്ചിട്ടില്ല. നോക്കൂ, കണങ്കാലുകൾ കോർക്കപ്പെടുന്ന, വഖീല മൻ റാഖ്, ഒന്ന് മന്ത്രിച്ചു തരാൻ ആരുണ്ട് എന്ന് ചിന്തിക്കുന്ന, വലന്ന അന്നഹുൽ ഫിറാഖ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണല്ലോ എന്ന് വിചാരിക്കുന്ന ആ സമയത്തുള്ള മനുഷ്യന്റെ വികാരങ്ങൾ എത്രയെത്ര അധ്യായങ്ങളിലൂടെ. ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗതു ഫയഖൂഫ് ഖാല റബ്ബിർജിഊൻ, ഖാല റബ്ബിർജിഊൻ, പടച്ചവനെ റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരുവോ? മരണം വരുമ്പോൾ ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗതു, മരണം വരുമ്പോൾ പറയും, പടച്ചവനെ എന്നെ ഒന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കി പോയ അമലുകളെല്ലാം തിരിച്ചു പിടിക്കാം, തിരിച്ചു ചെയ്യാം. കല്ല, റബ്ബ് പറയുന്നത് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കിയ അമലുകൾ എല്ലാം ചെയ്തു കൊള്ളാം റബ്ബേ, ഞാൻ നിസ്കരിച്ചു കൊള്ളാം റബ്ബേ, എന്റെ വിശ്വാസം നന്നാക്കാൻ റബ്ബേ എന്ന് പറയുമ്പോ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് കേവലം ഒരു വർത്തമാനം മാത്രമാണോ? അല്ലാഹു പഠിപ്പിക്കുന്നു. മരിക്കുന്ന നേരത്താണ് നന്മയെക്കുറിച്ചുള്ള ചിന്ത വരിക. ആ സമയത്ത് ഞാൻ ഒഴിവാക്കിയതെല്ലാം ചെയ്തോളാം അല്ലാ എന്ന് പറയുമ്പോ അല്ല പറയും, ഇത് കേവലം ഒരു വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ, അവന്റെ പിന്നിൽ ഒരു ബർസഖുണ്ട്, മരണാനന്തരം ഒരു മറയുണ്ട്, ഏതുവരെ? ഖിയാമത്ത് വരെ ഒരു മറയുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ബർസഖ് എന്ന ലോകമുണ്ട്. ആ ലോകത്തിന് മുമ്പ് നമ്മൾ നന്മ ചെയ്യണമെന്ന സന്ദേശം ഈ സൂക്തത്തിൽ നമ്മെ ഉണർത്തുകയാണ്. മാത്രമല്ല ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്ത് കൂടുമ്പോ, ബിസിനസ് കൂടുമ്പോ ദിക്രില്ല, അല്ലാഹുവിനെ തൊട്ട് നിങ്ങൾ മറന്നു കളയരുത്.
മക്കളുടെ കാര്യം വിചാരിച്ച് അള്ളാഹുവിനെ തൊട്ട് നിങ്ങൾ മറന്നു കളയരുത്. കാര്യം എന്താ? പടച്ചവനെ മറന്നാൽ അവർ നഷ്ടക്കാരാൻ. മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിലവഴിച്ചോ? മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിലവഴിച്ചോ? കാരണം മരണം വരുമ്പോ നിങ്ങൾ പറയും റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ കുറച്ച് സമയം എനിക്ക് തരുമോ? കുറച്ച് സമയം എനിക്ക് തരുമോ? ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ നല്ലവനാവാം, ഞാൻ നന്നാവാം. അല്ലേ? മറ്റേ ആയത്തിൽ ഫലാ സ്വദ്ദക വലാ സ്വല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് ഫലാ സ്വദ്ദക വലാ സ്വല്ല, ഞാൻ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല റബ്ബേ, വലാ സ്വല്ല, നിസ്കരിച്ചിട്ടില്ല. ഇവിടെ പറയണ എന്താ? ഞാൻ സകാത്ത് കൊടുത്തിട്ടില്ല, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നല്ലവനാവാം. ഇത് എപ്പോഴാ പറയുന്നത്? മരണക്കെട്ടിൽ ഒരു വെന്റിലേറ്ററിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, നടുറോട്ടിൽ വാഹനാപകടത്തിൽ കിടന്ന് രക്തം കൊണ്ട് പിടയുമ്പോ, അതേപോലെ പ്രതിസന്ധികളിൽ മല്ലിടുമ്പോ, ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് പടച്ചോനെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നാവാം. ഈ രൂപത്തിലുള്ള ഒരു ജീവിതം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണശേഷം എന്ത് എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന സൂറത്തുൽ ആൽ ഇംറാനിന്റെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല, എല്ലാ ആത്മാക്കളും മരണം രുചിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകും. നിങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകും. ഒരു അനീതിയും ഉണ്ടാവില്ല. ഫമയഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. മൂന്നാമതായി പരലോകം എന്ന ചോദ്യത്തിന്റെ, മരണാനന്തര ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിന്റെ മറുപടി അല്ല പറയുന്നത്, ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലായോ അവൻ വിജയിച്ചു. അവസാനമായി എന്ന് പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം ഒരു വഞ്ചന ചരക്കാണ്. ഈ ദുനിയാവിലെ ജീവിതം ഒരു വഞ്ചന ചരക്കാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅിബുൻ വലഹുവും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ആയതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം എന്താണ്? ലഅിബാണ്, സ്പോർട്സ് ആണ്, ഗെയിംസ് ആണ്, കളികളാണ്. വലഹവ്, ആനന്ദങ്ങളാണ്, സിനിമയുടെയും അതേപോലെ തന്നെ സംഗീത നിശകളുടെയും ആസ്വാദനങ്ങളുടെയും ലോകമാണ്. കണ്ടോ? തഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ആരുടെയൊക്കെ വിഷയത്തിൽ? ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ വിഷയത്തിൽ, അതേപോലെ സമ്പത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലക്ഷ്യമില്ലാത്ത ജീവിതത്തിൽ നമ്മൾ ആയി പോകരുത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പവിത്രമായ കാര്യം ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുള്ള യാത്രയാണ്. രണ്ട് രോഗങ്ങൾ, രണ്ട് പ്രതിസന്ധികൾ നമ്മളെ നരകത്തിലേക്ക് അടുപ്പിക്കും. അതിലൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായി, 10,000-കണക്കിന് ആളുകൾ ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. കഴിഞ്ഞ ദിവസം സമസ്തയിലെ AP വിഭാഗമോ മറ്റോ ആ വ്യക്തി അങ്ങോട്ട് നിരോധിച്ചു. അറിവിൻ നിലാവ് എന്നാണ് പേര്. അറിവിൻ നിലാവിന്റെ സദസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പണ്ഡിതനും ഞങ്ങളും സംഘടനാപരമായി യാതൊരു ബന്ധവുമില്ല എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന AP സമസ്തക്കാര് ലെറ്റർ ഇറക്കി. കാര്യം എന്താണ്? അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, അവൻ ദുനിയാവുമായി ബന്ധപ്പെട്ട ഏർപ്പാടാണ് നടത്തിയത്. അവർ തുറന്നു പറയാണ്, ഞങ്ങളുടെ സംഘടനയുമായി ബന്ധമില്ല. പരസ്ത്രീ ബന്ധമടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, സാമ്പത്തിക ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ 100 പണ്ഡിതന്മാരുടെ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തിക തിരിമറികൾ നടത്തുന്ന ഹലാലാട് വിവാദം കേരളക്കരയിൽ കൊടുമ്പുരി കൊണ്ടപ്പോ നമ്മളൊക്കെ വായിച്ചു പല വർത്തമാനങ്ങളും പല വാർത്തകളും. ഹലാൽ എന്ന പേര് ചേർത്ത് പല പരിപാടിയുമായി, സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ പലരും പല മാഫിയയുമായി ബന്ധപ്പെട്ട് സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പേര് ദുരുപയോഗം ചെയ്യുമ്പോൾ അത്തരക്കാർ ഈ ആയത്തോർക്കേണ്ടതുണ്ട്. മാത്രമല്ല, സ്ത്രീ വിഷയത്തിൽ വ്യഭിചാരാരോപണങ്ങളും പരസ്ത്രീ ബന്ധത്തിന്റെ ആരോപണങ്ങളും ഒക്കെ കേൾക്കുന്ന സാഹചര്യം മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകുമ്പോൾ ഈ ആയത്ത് അവർ ഓർക്കേണ്ടതുണ്ട്. എന്താണ് ആയത്ത്?
ഖുർആൻ സൂറത്തു നാസിയാത്തിൽ പറഞ്ഞില്ലേ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. പടച്ചവന്റെ ഉന്നതമായ സ്ഥാനത്തെ ഭയപ്പെട്ട് ശരീരത്തിന്റെ വികാരങ്ങളെ ആര് പിടിച്ചു നിർത്തുന്നുവോ അവനാണ് സ്വർഗം. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും കോരിത്തരിപ്പിക്കുന്ന വല്ലാത്ത മായാ വലയത്തിലാണ് ആധുനിക ലോകം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് സാമ്പത്തികമായി വളർച്ച നേടാനുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുന്ന പലരെയും നമുക്ക് കാണാം. പലതും ഹറാമിന്റെ മാർഗമാണ്. നമ്മുടെ ഇച്ഛകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പടച്ചവന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സഖാഹ. നമ്മുടെ മനസ്സിനെ ആര് ശുദ്ധീകരിച്ചോ അവനാണ് പരിശുദ്ധവാൻ. അവനാണ് പരിശുദ്ധവാൻ. ദായികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നാലാളുടെ മുമ്പിൽ സംസാരിക്കാൻ അവസരം കിട്ടിയാലേ, ആളുകൾക്കിടയിൽ അറിയപ്പെട്ടാലേ എനിക്ക് എന്തെങ്കിലും നേടാനാവൂ എന്ന ചിന്തയല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. രാവിലെ 6:00 വീട്ടിൽ ഇറങ്ങി തന്റെ കുഞ്ഞു മക്കളുടെ മദ്രസയിൽ വരുന്ന കുഞ്ഞു മക്കളുടെ മുമ്പിൽ അലിഫ് ബാ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സമയം മാറ്റിവെക്കുന്നുണ്ടോ? ആ മാറ്റിവെക്കുന്ന സമയം മതി നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവാൻ. അവിടെ സമ്പത്ത് വിഷയമല്ല, സമയം വിഷയമല്ല, നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷയമല്ല. നാളെ നാം മരിച്ചു കിടക്കുമ്പോ നമ്മുടെ മുമ്പിൽ നിന്ന് ആ കുഞ്ഞുമക്കൾ അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന ദുആ ഇരക്കുമ്പോ എന്നെ ഖുർആൻ പഠിപ്പിച്ച ഉസ്താദാണ് ഈ കിടക്കുന്നത്, എന്നെ നമസ്കരിക്കാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ മയ്യത്താണ് ഈ കിടക്കുന്നത്. ആ വിശാലമായ പ്രാർത്ഥനക്കപ്പുറം ഒരു LED വാളിന്റെ മുമ്പിൽ നിന്നുള്ള സംസാരവും ആളുകളെ കോരിത്തരിപ്പിക്കുന്ന പ്രഭാഷണത്തിനും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. മറിച്ച് ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ വചനമുണ്ടല്ലോ, അതിനാണ് സ്വാധീനമുണ്ടാക്കാൻ പറ്റുള്ളൂ. 1,00,000-നും 50,000-നും കണക്ക് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൊടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ റിസപ്ഷന്റെ പോരായ്മയുടെ പേരിൽ കലഹിക്കുന്ന ആധുനിക ലോകത്തെ മോട്ടിവേറ്റർമാരുടെയും പണ്ഡിതന്മാരുടെയും മുമ്പിൽ നമുക്ക് പറയാൻ കഴിയണം, ശരീരത്തിൽ അടിച്ചിരിക്കുന്ന അത്തറിന്റെ സുഗന്ധമല്ല, മറിച്ച് മനസ്സിന്റെ സുഗന്ധമാണ്. ഖദ് അഫ്ലഹ മൻ സഖാഹ. മനസ്സിനെ ശുദ്ധീകരിച്ചോ അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ആര് മലിനപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു. രണ്ടാമത്തേത്, പരീക്ഷണങ്ങൾ പലരും പതറിപ്പോകാറുണ്ട്. എൻ്റെ പരിചയത്തിൽ, ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവിയുടെ പരിചയത്തിൽ ഞങ്ങളെയൊക്കെ പരിസരത്തിലുള്ള 3 ആളുകൾ നമ്മുടെ സജീവമായ പ്രവർത്തന രംഗങ്ങളിൽ ഉണ്ടായിരുന്നവർ, ഒരാൾക്ക് ബാധിച്ച ക്യാൻസർ അദ്ദേഹത്തിന്റെ നാവിനാകൊണ്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇന്നലെ വരെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ട്യൂമറാണ്. മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും വെള്ളിയാഴ്ചകളിലും നമസ്കാര ശേഷവുമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ ദുആ കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീക്ക് ഒന്നുകൊണ്ടും മാത്രം അദ്ദേഹം എഴുന്നേറ്റ് വന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവസാനം ഞാൻ ബഹുമാന്യനായ നമ്മുടെ KNM-ന്റെ പാഠപുസ്തക നിർമ്മാണ സമിതിയിലുള്ള ഷാക്കിർ മദനിയെ ഒരു ദിവസം കാണാൻ പോയി. എൻ്റെ അയൽവാസിയാണ് ഷാക്കിർ മദനി. വീട്ടിലേക്ക് ചെന്നപ്പോ വല്ലാതെ പരിഭ്രാന്തപ്പെട്ട് സംസാരിക്കുന്നു, ഒരു സ്വബോധമില്ലാതെ സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം ഉസ്താദേ? എൻ്റെ കിഡ്നി തകരാറിലാണ്, ഒരു കിഡ്നിയിലാണ് ഞാൻ നിൽക്കുന്നത്, അതിൻ്റെ പകുതി പ്രവർത്തനം അവസാനിച്ചു. ഒരു ദിവസം വാട്സാപ്പ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കിഡ്നിക്ക് വേണ്ടിയുള്ള പിരിവിനുള്ള ഒരു നോട്ടീസാണ് കാണുന്നത്. അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷകൾ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹവും രക്ഷപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള മാരകമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോ മനസ്സിലൊരിക്കലും ഞാൻ എന്തിനാണ് ഖുതുബ നടത്തുന്നത്, ഞാൻ എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഞാൻ എന്തിനാണ് മദ്രസയിൽ പോകുന്നത്, ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നാളെ ഒരുപക്ഷെ ഇന്ന് ഭരിക്കുന്നവർ ഭരിച്ചാലും ഇന്ന് ഭരിക്കുന്നവരുടെ കയ്യിലാണ് നാളത്തെ ചെങ്കോലെങ്കിലും വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഫിർഔനെയും ഹാമാനെയും നമ്രൂദിനെയും ഉമ്മമാരുടെ ഫോട്ടോ റബ്ബേ എന്ന് മനസ്സിന്റെ ഉള്ളിൽ അറിയാതെ പറന്നുപോയി കണ്ണിൽ നിന്ന് മാറ്റുമ്പോ അവർ അല്ലാഹു പരീക്ഷിക്കും. കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗം പരീക്ഷിക്കുമെന്ന ഞാൻ അവസാനിപ്പിക്കുന്നു. 2 പോയിന്റുകൾ പറഞ്ഞ് സുഹൃത്തുക്കളെ,
നമ്മുടെ കൂടെ ആളുണ്ട്, അർത്ഥമുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മൾ മരിച്ചാൽ നമ്മൾ ഫുറാദ ഒറ്റക്കായിട്ടാണ് പരലോകത്ത് വരിക. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പരലോകം, ആലിമീങ്ങളുടെ പരലോകം, ഖതീബന്മാരുടെ പരലോകം, ദായികളുടെ പരലോകം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പരലോകത്തെ ഈ ശുപാർശയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഹദീസുകളിലൊക്കെയുള്ള ചില കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഇത് ഉപകരിക്കും. പരലോകത്ത് നമ്മുടെ മക്കളെയോ നമ്മുടെ അനുയായികളെയോ നമ്മുടെ സുഹൃത്തുക്കളെയോ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഒരാൾക്ക് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ചവൻ ശരിവെച്ചവർ, അള്ളാഹു അനുവാദം കൊടുത്തവർക്കല്ലാതെ സംസാരിക്കാൻ പറ്റാത്തൊരു ലോകത്ത് ഈ ദുനിയാവിൽ നിന്ന് എന്ന പാട്ടും പാടി മുഹദീഷയിനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും യാ സയ്യിദി സനദി യാ ഗൗസി വയാ മദദി കുല്ലി ളുഹീറൻ അലൽ അദാഇ ബിൽ മദദി എന്ന് അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനെ ശുപാർശക്ക് വിളിക്കുന്നവർ ഒക്കെ ഈ ഹദീസിൽ പാടുണ്ട്. പരലോകത്ത് വരുന്ന എങ്ങനെയാ? ഒറ്റക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് വേണ്ടി പടച്ചവനോട് പറയണം. ഫാത്തിമ ബീബി ആരാ? പ്രവാചകൻ നടക്കുന്നത് പോലെ നടന്ന ഫാത്തിമ ബീബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് പ്രവാചകൻ രഹസ്യങ്ങൾ പങ്കുവെച്ച ഫാത്തിമ ബീബി, പ്രവാചകന്റെ വീടിന്റെ ജനവാതിൽ ഫാത്തിമയെ കാണാൻ തുറന്നിട്ടിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നതോടൊപ്പം എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീബിയാ പറയുന്നത്, റസൂലെ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, പരലോകത്ത് എനിക്ക് വേണ്ടി ഒന്ന് പറയണം. എന്താ റസൂല് പറഞ്ഞത്? യാ ഫാത്തിമ അൻകിദി നഫ്സികി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ നോക്കണം ഫാത്തിമ. എന്താണ് ഫാത്തിമ? ആരാണ് ഫാത്തിമ? എന്തുകൊണ്ട് ഫാത്തിമ എന്ന് പ്രസംഗിച്ചാ പോരാ, ഈ ചരിത്രം കൂടി പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് ആ ചരിത്രം എന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ വാപ്പ ആരാണ്? ആസർ. ആസറിന്റെ പേരക്കുട്ടികൾ ആരാണ്? ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ഇസ്ഹാഖ് നബിയിൽ വന്ന ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ ഇസ്ഹാഖ് നബിയിൽ വന്ന മകനാണ് യാക്കൂബ്. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ്. യൂസുഫ് നബിയുടെ, യാക്കൂബ് നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ വല്ലിപ്പയാണ് ആസർ. ഇബ്രാഹിം നബിയുടെ വാപ്പയാണ് ആസർ. നമ്മളൊക്കെ ബലിപെരുന്നാളിന്റെ ഉദ്ഹിയ്യത്തിന് ഷെയർ കൂടി. എന്തിനാണ്? ഇബ്രാഹിം നബിയുടെ സ്മരണയാണ്. ഇസ്മായിൽ നബിയെ അറുക്കാൻ പോകുന്ന സ്മരണയോർത്തിട്ടാണ് നമ്മൾ ഈ ബലിപെരുന്നാളിന്റെ ഈദുൽ അദ്ഹക്ക് ഈ ഷെയർ കൂടി ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളെ പരിപാലിക്കാൻ തുടങ്ങുന്നത്. അല്ലെ, മില്ലത്തു ഇബ്രാഹിമാണ് നമ്മൾ. ആ ഇബ്രാഹിം നബിയുടെ വാപ്പ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബിയോട് പറയും, മോനെ, ഞാൻ നിന്നെ ധിക്കരിക്കില്ല കേട്ടോ, ഞാൻ നിന്നോട് അനുസരണക്കേട് കാണിക്കില്ല കേട്ടോ. ആ സമയത്ത് പടച്ചവനോട് ഇബ്രാഹിം നബി പറയും, അല്ലാ, ഈ ജനസഞ്ചയത്തിന്റെ നടുവിൽ നിന്ന് എന്നെ അപമാനിക്കില്ല നീ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് എന്റെ വാപ്പയെ നരകത്തിലിടരുത്. വാപ്പയെ നരകത്തിലിടുന്നതിനേക്കാൾ വലിയ അപമാനം എനിക്ക് എന്താ ഉള്ളത്? അല്ല പറയും, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, നിന്റെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ കഴുതപ്പുലിയുടെ രൂപത്തിൽ വെപ്രാളപ്പെട്ട് പൊടിപടലങ്ങൾ കൊണ്ട് പിടയുന്ന ഇബ്രാഹിം നബിയുടെ വാപ്പയെ കാണുമ്പോ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് വാപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ലാ തംലികു നഫ്സുൻ ബിനഫ്സിൻ ഷൈഅ, ആർക്കാരെയും സഹായിക്കാനാവാത്ത ദിവസം. യൗമ യഫ്റുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനി, ഉമ്മയും വാപ്പയും സഹോദരങ്ങളും ഓടിമറയുന്ന, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം നോക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും തോന്നുന്ന ഒരു ദിവസം. അല്ലേ, വാപ്പ മരിച്ചപ്പോ വാപ്പയുടെ ജനാസയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ മകനെ പരലോകത്ത് വെച്ച് വാപ്പ കണ്ടാൽ ഒരു പക്ഷേ ആ വാപ്പ മകനെ നോക്കണമെന്നില്ല. വിധവയായ ഭാര്യ തന്റെ ഭർത്താവിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഭാര്യയും ഭർത്താവും പരലോകത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോ നോക്കാത്തൊരു ലോകത്തെ കുറിച്ച് സങ്കല്പിക്കാനാകുമോ? അല്ലാഹു പറഞ്ഞെന്താ? കുറ്റവാളികൾ നരകത്തെ കണ്ടുമുട്ടുമ്പോൾ നരകത്തിന് ഫിദിയയായി, നരകത്തിന് ദാനമായി എന്റെ മകനെയും എന്റെ മക്കളെ തരാം, എന്റെ ഭാര്യയെ തരാം, എന്റെ ഭർത്താവിനെ തരാം. ഈ ലോകത്തുള്ള എല്ലാവരെയും നരകത്തിൽ ഇട്ടിട്ട്
സുമ്മ യുൻജി, എന്നെ രക്ഷപ്പെടുത്ത് റബ്ബേ എന്ന് കുറ്റവാളികൾ പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ലാ ഇന്നഹാ ലളാ, അത് ലളയാണ്, നസഅതൻ ലിശവാ, തലച്ചോറുരിച്ച് കളയുന്ന തീഷ്ണമായ ചൂടുള്ള ലളയാണ്. ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ഏകരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രതിഫലം എന്താണെന്നറിയോ? ഇദാ മാതൽ ഇൻസാനു ഇൻകത അൻഹു അമലുഹു, ഒരാൾ മരിച്ചാൽ അമലൊക്കെ മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. അവിടെ ഒന്ന് എന്താ റസൂല് പറഞ്ഞത്? മിൻ സ്വദഖത്തിൻ ജാരിയ, ജാരിയായ സ്വദഖ. ജാരിയായ സ്വദഖ കൊടുക്കാൻ പറ്റാത്തവർ ജാരിയായ സ്വദഖക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുക. രണ്ടാമത്തത് ഔ ഇൽമുൻ യുൻദഫിഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. മദ്രസയിൽ നിന്ന് കിട്ടുന്ന 5000-നും 10000-നും 15000-നും ആകരുത് നമ്മുടെ ജോലിയുടെ നിയ്യത്ത്. ഖതീബായി കിട്ടുന്ന ടിഎക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജോലിയുടെ നിയ്യത്ത്. മറിച്ച് ഇൽമുൻ നാഫിഉൻ യുൻദഫിഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്ന നമ്മുടെ ഖബറിൽ അത് കിട്ടും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കളുടെ പ്രാർത്ഥന. അപ്പോ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നന്മ അവർ ഉംറക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷി, ശാരീരിക ശേഷി ഇല്ലാത്ത നമുക്കത് കിട്ടിയാലോ? അവരുടെ ഫലത്തിൽ നിന്നൊന്നും കുറയാതെ നമുക്കും കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ. പക്ഷേ അത് നഷ്ടപ്പെടുത്തി കളയുന്നവരാരാണ്? ഈ ആയത്ത് ഈ സദസ്സിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സൂറത്തുൽ ബഖറ 174, അല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് അവതരിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുന്നവർ, തൗഹീദ് പറയാൻ മടിക്കുന്നവർ, സുന്നത്ത് പറയാൻ മടിക്കുന്നവർ, അതേപോലെ ദീനിന്റെ ശരീഅത്ത് കൃത്യമായി പറയാൻ മടിക്കുന്ന ആളുകൾ എന്നാൽ നല്ല പ്രഭാഷകന്മാരായിരിക്കും, ആലിമീങ്ങളായിരിക്കും. തൗഹീദ് പറയൂല, സുന്നത്ത് പറയൂല, ബിദ്അത്തിനെതിരെ പറയില്ല, ഹറാമുകൾക്കെതിരെ പറയൂല. ആരെ എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കാൻ പാടില്ല. എന്തിനു പറയണം? എന്തിനു പറയണം? ഈ ചോദ്യത്തിന്റെ മറുപടിയാ ഖുർആൻ പറയുന്നത്. അറിഞ്ഞ കാര്യമല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, മാതാപിതാക്കളുടെ കടമകൾ പറയും, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ പറയും. തൗഹീദിനെ കുറിച്ച് പറയില്ല, സുന്നത്തിനെ കുറിച്ച് പറയില്ല. തേടിയാൽ ഷിർക്കാണോ ഷിർക്കല്ലേ എന്ന വിഷയത്തിൽ പറയാൻ മടിയില്ലാതെ മാതാപിതാക്കളുടെ കടമയും പരലോകവും മാത്രം പറയുന്ന ഒരു സമൂഹത്തിലെ പണ്ഡിതന്മാർ ഉണ്ടെങ്കിൽ ഈ ആയത്തിൽ പെടില്ലേ? രണ്ടാമത് പറഞ്ഞു ഈ ആയത്തിൽ തന്നെ, വയഷ്തറൂന ബിഹി സമനൻ ഖലീല, വയഷ്തറൂന ബിഹി സമനൻ ഖലീല. നിങ്ങൾക്ക് കിട്ടുന്ന സ്വർണമായിക്കോട്ടെ, വിലപിടിപ്പുള്ള എന്തോ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ മുമ്പിൽ എത്രയുള്ളൂ? സമനൻ ഖലീല, കുറച്ചേ ഉള്ളൂ. നിങ്ങൾ പൈസക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നൽകിയ നാവിനെ, നിങ്ങൾക്ക് നൽകിയ ഖുർആനിനെ. യഷ്തറൂന ബിഹി സമനൻ ഖലീല വയഷ്തറൂന ബിഹി സമനൻ ഖലീല. ഈ ദുനിയാവിലെ കുറച്ച് പൈസക്ക് വേണ്ടി നിങ്ങൾ കച്ചവടം നടത്തിയാൽ, ഉലൈക മാ യഅഖുലൂന ഫീ ബുതൂനിഹിം ഇല്ല നാർ, അവരുടെ വയറ്റിൽ അവർ നിറക്കുന്നത് തീയാണ്. അവരുടെ വയറ്റിൽ അവർ മറക്കുന്നത് തീയാണ്. വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുമായി അല്ലാഹു സംസാരിക്കില്ല. വലാ യുസഖീഹിം, അവരെ അല്ലാഹു സംസ്കരിക്കില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടി പ്രസംഗിക്കുന്നവരാവരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തത്, അതഅ്മുറൂന നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ പറയുകയാണോ? വതൻസൗന അൻഫുസകും, സ്വന്തത്തെ മറന്ന് വഅൻതും തത്ലൂനൽ കിതാബ്, ഖുർആൻ ഓതുന്നവരായിരിക്കെ, വേദഗ്രന്ഥം ഓതുന്നവരായിരിക്കെ ജനങ്ങളെ ഉപദേശിക്കുന്നു, പക്ഷേ സ്വന്തത്തെ മറക്കുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സ്വന്തത്തെ മറന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകരുത്. സ്വന്തത്തെ മറന്ന് മറ്റുള്ളവരോട് ഹുക്കുമുകൾ പറയാൻ പോകരുത്. സ്വന്തത്തെ മറന്ന് ഹുക്കുമ പറയാൻ പോയാൽ, വിധി പറയാൻ പോയാൽ, വാള് നടത്താൻ പോയാൽ, ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, അല്ലയോ വിശ്വാസികളെ, പറയാത്തത് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയാൻ പോകല്ലേ. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, പടച്ചവന് ഏറ്റവും വെറുപ്പുള്ളത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തത്, അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയലാണ്.
ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ്, ഈ ഹദീസ് ഞാൻ ജാമ്യയിൽ പഠിക്കുമ്പോൾ ബഹുമാന്യനായ നമ്മുടെ എം മദനി ഉസ്താദ് ഈ ഹദീസ് എപ്പോഴും പറയുമായിരുന്നു. ആ ഹദീസിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ എണ്ണ ആട്ടാൻ വേണ്ടി പണ്ട് കാലത്ത് ഒരു ഉരല് പോലെയുള്ള ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിന്റെ ഉള്ളിൽ എണ്ണക്ക് വേണ്ടി പിണ്ണാക്കോ അല്ലെങ്കിൽ കൊപ്രയിട്ട് ആട്ടാൻ കഴുതയെയും പോത്തിനെയും ഒക്കെ ഇങ്ങനെ ചുറ്റും കറക്കുന്ന ഒരു ഉണ്ട്, ആസുകല്ലും ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്. ഈ ഉദാഹരണം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹിമാർ ഒരു കഴുത ആസുകല്ലിന് ചുറ്റും ഇങ്ങനെ തിരിയുന്നത് പോലെ തിരിയുന്നത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഇതുപോലെ കുടൽമാലകൾ പുറത്തേക്കാക്കിയിട്ട് പരലോകത്ത് ചുറ്റിത്തിരിയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ കാണുമ്പോൾ നരകവാസികൾ ചോദിക്കും, മാഷാനുക്, എന്താ നിനക്ക് പറ്റിയത്, എന്താ നിനക്ക് പറ്റിയത്? അലൈസ കുന്ത തഅമുറുനാ ബിൽ മഅറൂഫി വതൻഹാനാ അനിൽ മുൻകർ, നീ ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത ഖതീബല്ലേ, പണ്ഡിതനല്ലേ? അപ്പോ അദ്ദേഹം പറയും, കുന്തു ആമുറുകും ബിൽ മഅറൂഫ്, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നു, വല ആതിഹി, ഞാൻ ചെയ്യുമായിരുന്നില്ല, വഅൻഹാകും അനിൽ മുൻകർ, ഞാൻ നിങ്ങളോട് തിന്മ വിരോധിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു, വആതിഹി, ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സുബൈ നമസ്കാരത്തിന് പങ്കെടുക്കുന്നത് മുനാഫിക്കിന്റെ അടയാളമാണെന്ന് ഖുതുബ നടത്തിയിട്ട് അതേ ജുമയുടെ സുബൈ നമസ്കാരത്തിന് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. വ്യഭിചരിക്കല്ലേ എന്ന ആഹ്വാനം നടത്തിയിട്ട് വ്യഭിചാരം രഹസ്യമായി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ, കുല്ലു മുസ്കിരിൻ ഹറാം, ഏത് ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ്, ചെറുതാവട്ടെ വലുതാവട്ടെ. ബീഡി വലിക്കൽ ഹറാമാണോ ഹലാലാണോ നിങ്ങൾ പരിശോധിക്കുക. ഞാനൊരു വിധി പറയുന്നില്ല. ലഹരി പദാർത്ഥം ഉപയോഗിക്കൽ ഏറ്റവും ചെറുതാവട്ടെ കുറവാകട്ടെ, കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം എന്ന് മാത്രമല്ല, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഖംറിൽപ്പെട്ടതാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽപ്പെട്ടവർ മാറിയിരുന്നു കൊണ്ട് ആരുമറിയാതെ വീടി വലിച്ചാൽ അത് തെറ്റാണോ ശരിയാണോ, നമുക്ക് പറ്റിയതാണോ, നമുക്ക് ചിന്തിക്കാൻ പറ്റണം, ആലോചിക്കാൻ പറ്റണം. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം അഹ്മദ് ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ രാത്രിയിൽ ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നരകത്തിന്റെ കത്രിക കൊണ്ട് നാവ് മുറിച്ചു കളയുന്ന ആളുകളെ കണ്ടു. ഖുൽതു മൻ ഹഉലാ, റസൂൽ ചോദിച്ചു, ആരാണവർ? അപ്പോൾ റസൂൽ കിട്ടിയ മറുപടി, ഖുതബാഉ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലെ ഖതീബന്മാരാണവർ. മിമ്മാ കാനു യഅ്മുറൂന അന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, വയൻസൗന അൻഫുസഹും വഹും യത്ലൂനൽ കിതാബ്, കിതാബ് ഓതുന്നവരായിരിക്കെ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ദുനിയാവിലെ ഖതീബന്മാരാണവർ. അല്ലാഹു നമ്മെ ഈ ഗണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ സഹോദരങ്ങളെ, നമുക്കൊക്കെ ബാധിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള രോഗമാണ് റിയാ. നാലാൾ അറിയപ്പെട്ടാൽ, നാലാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പിന്നെ അവനെ പോലെ വേറെ ആരുമില്ല. ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റാൻ, ആരെയും കുറ്റപ്പെടുത്തി പറയില്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരുമല്ല, ഇനി അങ്ങനെ ആരും വിചാരിക്കണ്ട. എന്തെങ്കിലും ഒരു ഹറഫ് തിരിഞ്ഞാൽ പിന്നെ സലാം പറയാൻ മടി, മറ്റുള്ളവർ അംഗീകരിക്കാൻ മടി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവൻ ആരാവട്ടെ, അവൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ, അത് സ്വീകരിക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ നമുക്കൊരു മനസ്സുണ്ടോ, അത് അല്ലാഹു തന്ന വലിയ നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. പക്ഷേ മറ്റുള്ളവരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, ഞാനാണ് വലിയവൻ, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതേ നല്ലതുള്ളൂ, ഒരു വാശി നമ്മൾ ആരുടെ മുമ്പിലും കാണിക്കാൻ പാടില്ല. ആരുടെ മുമ്പിലും ആ വാശി കാണിക്കാൻ പാടില്ല. ഒരു മസലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇഖ്തിലാഫാത്ത് ഉള്ളപ്പോൾ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി അവന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും നമ്മുടെ ഭാഗം സ്ഥാപിക്കാനുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. റിയാ, ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്തോയിട്ട് വിചാരിച്ചോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പരലോകത്ത് ഒരു പണ്ഡിതനെ കൊണ്ടുവരും, ആലിമിനെ കൊണ്ടുവരും, എന്നിട്ട് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരുപാട് അനുഗ്രഹം നൽകിയില്ലേ? അതെ, പടച്ചവൻ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകി. പടച്ചവനെ, ആ അനുഗ്രഹം മുഴുവൻ ഞാൻ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. ആ സമയത്ത് പറയപ്പെടുന്ന മറുപടി എന്താണെന്നറിയുമോ? കദബ്ത, നീ നുണയാ പറയുന്നത്. വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാൽ, നീ ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചത് ആലിം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ആലിമാണ്, അവൻ പണ്ഡിതനാണ് എന്ന് പറയിപ്പിക്കാൻ
കുറിച്ച് പറയും, നീ കാര്യമാണെന്ന് പറയിപ്പിക്കാനല്ല ഇത് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്കിടയിൽ ഫേമസ് ആവുക എന്നതല്ല, പടച്ചവന്റെ അടുത്ത് ഉന്നതമായ പദവിയിലെത്താൻ കഴിയുന്ന നമ്മളെപ്പോലെ ഭാഗ്യം ചെന്നവരാരാളുള്ളത്? നമ്മൾ പഠിപ്പിക്കുന്ന ഖുത്ബ നടത്തുന്ന ആ സദസ്സിൽ വരുന്ന ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മരിച്ചാൽ നമ്മൾ ഖബറിൽ കിടക്കുമ്പോഴും നമ്മുടെ ഖബറിലേക്ക് ഇൽമുൻ നാഫിഉൻ യുന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ വിധിക്ക് ഏത് സമയത്തും ഉത്തരം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ ഓർക്കണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മരണങ്ങൾ ഒരു പാഠമാവണം. എൻ്റെ മനസ്സിൽ ഇന്ന് മാറാത്ത ഒരു മരണമുണ്ട്. എൻ്റെ വാപ്പയുടെ അനുജൻ്റെ മരണം. ഒരു അപകടത്തിൽ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കയറ്റുന്ന ഒരു രംഗമുണ്ട്. ആ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മയ്യത്ത് പിടിക്കാൻ പലർക്കും ധൈര്യമില്ല. അവസാനം എൻ്റെ വാപ്പഴ ഇങ്ങനെയാണല്ലോ, ഞാൻ ആ മയ്യത്ത് പിടിച്ചുള്ളിലേക്ക് കയറുമ്പോൾ നീണ്ടു നിൽക്കുന്ന 2-3 ഡെസ്കുകളിൽ അടിവസ്ത്രം പോലും ഇല്ലാതെ തടിക്കഷ്ണം പോലെ തോന്നിപ്പിച്ച് കറുത്ത നിറത്തിൽ മരവിച്ച് കിടക്കുന്ന ശരീരം, കത്രിക കൊണ്ട് മുറിക്കുന്ന ആന്തരാവയവങ്ങൾ ഓരോന്ന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുറിച്ചു നോക്കിയിട്ട് അതിൻ്റെ സയൻറ്റിഫിക് റിപ്പോർട്ട് എഴുതുന്ന തലയോട് പൊട്ടിച്ചിട്ട് മുഖത്തേക്ക് ആ തലയോടിൻ്റെ പുറത്തുള്ള തൊലി ഇങ്ങനെ ഇടുമ്പോൾ വല്ലാത്ത ഇറച്ചിക്കടയിൽ പോകുന്ന സമയത്തുള്ള ഗന്ധമുണ്ടല്ലോ, മനുഷ്യന്റെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധം. ഇത്രയുള്ളൂ നമ്മൾ. ഈ കാണുന്ന പളവളപ്പും സൗന്ദര്യവും ജാടയും അവസാനിക്കാൻ മുകളിലേക്ക് വലിക്കുന്ന ശ്വാസം താഴത്തേക്കെടുക്കാൻ പറ്റാത്തൊരു ദിവസം വന്നാൽ 2 കാലുകൾ കൂട്ടിക്കെട്ടി നമ്മുടെ ശരീരത്തിന്റെ കരങ്ങൾ ശരീരത്തോട് ചേർത്ത് കണ്ണ് തിരുമി വയറ് ചാടാതിരിക്കാൻ അല്പം ഭാരമുള്ളത് അടിവയറ്റിലേക്ക് എടുത്തു വെച്ച് തുണി കൊണ്ട് മൂടി, എന്നിട്ട് ആളുകൾ വിളിച്ചു പറയും ഇബ്രാഹിം മയ്യത്തായി. ഇബ്രാഹിമിന്റെ മയ്യത്ത് എപ്പോഴാണ് എടുക്കുന്നത്? അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിച്ചില്ലേ? ആ ഒരു ചിന്ത നമ്മളെ കിടത്തുന്ന, നമ്മളെ കഫം പുടവ അണിയിക്കുന്ന, നമ്മളെ കുളിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന, നമ്മളെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന, നമ്മുടെ ഖബറിന്റെ മുകളിൽ ഓരോ പലകയും ഇട്ട് മൂടുന്ന, അതിലേക്ക് മണ്ണുകൾ വാരിയെറിഞ്ഞ് നമ്മുടെ ഖബറിനരികിൽ നിന്ന് നമുക്ക് ബന്ധമുള്ള ഏറ്റവും ഉറ്റ ബന്ധമുള്ളവർ മടങ്ങിപ്പോകുന്ന ഒരു ദിവസം എപ്പോഴും ഓർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ ഇവിടെ 2 പ്രൗഢമായ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ഒന്ന് അനസ് മൗലവിയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരൻ പരലോകവുമായിട്ട് ബന്ധപ്പെട്ട അബ്ദുൽ വഹാബ് സുലാഹിയും. ഇനി നമുക്ക് 3 പ്രബന്ധങ്ങൾ 2 ആളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന ദഅവ കൺവീനറുമായ ഹസീബ് മദനിയാണ് 2 വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. വേറൊന്ന് നമ്മുടെ അബ്ദുൽ ബാരി ബുസ്താനിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം, നമുക്കറിയാം നമ്മൾ ഭക്ഷണത്തിനും അതുപോലെ തന്നെ നമസ്കാരത്തിനും വേണ്ടി പിരിഞ്ഞു പോവുകയാണ്. ഭക്ഷണത്തിലും നമസ്കാരത്തിലും ചെറിയ ഒരു ക്രമീകരണം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ താഴത്ത് സൗകര്യമില്ലാത്തത് കൊണ്ട് കോട്ടക്കൽ, വേങ്ങര, തിരൂരങ്ങാടി 3 മണ്ഡലത്തിൽ നിന്ന് വന്ന സഹോദരന്മാർ നമ്മുടെ പള്ളി ഇബ്രാഹിം ഖലീൽ മസ്ജിദ് ഉണ്ട്, ആ പള്ളിയിൽ പോയി നമസ്കരിച്ച് വന്ന് പിന്നീടാണ് ഭക്ഷണം ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടത് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന്, കോട്ടക്കൽ, വേങ്ങര, തിരൂരങ്ങാടി അല്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയവരും സഹോദരിമാർ മുഴുവനും താഴെ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമസ്കരിക്കുക. ഇപ്പോൾ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ നമസ്കരിക്കേണ്ട മണ്ഡലങ്ങൾ ഒന്നും കൂടി പറഞ്ഞുതരാം. കോട്ടക്കൽ, വേങ്ങര, തിരൂർ. ഒരു ചെറിയ ക്രമീകരണം പറ്റിയത് ഒരു 100-120 ആളുകൾക്ക് മാത്രമേ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ടാണ് തിരൂരങ്ങാടി, വേങ്ങര, കോട്ടക്കൽ. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ ദായിമാരാണ്, ഖത്തീബമാരാണ്, ഓരോ ശാഖകളും നിയന്ത്രിക്കുന്ന ഉത്തരവാദപ്പെട്ട ദഅവത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാർ,
മണ്ഡലം KNM, ISM അല്ല MGM, അതുപോലെ തന്നെ MSM, അതുപോലെ ISM-ൻ്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഇതൊക്കെ ആരെല്ലാവരും ദായികളാണ്. ഇവിടെ ഒരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കാം. ഉച്ചവരെ ഇരുന്ന് പതുക്കാണ്ട് പോവാ. പല പ്രദേശങ്ങളിലേക്കും ഇവിടെ ബസ്സുണ്ട് കോട്ടക്കന്ന്. ഈ ഒരു ഉച്ചക്കുള്ള ഒരു ഇടവേളയിൽ പതുക്കാണ്ട് പോകാൻ ആർക്കും പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം, സൂറത്ത് നൂറ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൽ 62-ാമത്തെ ഒരു ആയത്തുണ്ട്. ആയത്ത് വിശദീകരിക്കുന്നില്ല. ആ ആയത്തിൽ പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു അമ്രും ജാമ്യം, ഒരു പൊതു കാര്യം. ഈ തൗഹീദ് വിശദീകരിക്കുന്ന കാര്യത്തെക്കാളും വലിയൊരു കാര്യം ഈ ദുനിയാവിലുണ്ടോ? ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടാവും. ആ ആളോട് സമ്മതം ചോദിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിം ലം യദ്ഹബൂ ഹത്താ യസ്തഅ്ദിനൂഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു യോഗം, ആ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യോഗാധ്യക്ഷൻ്റെ സമ്മതം ചോദിച്ചുകൊണ്ട് പുറത്തു പോകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന്. ആ സമ്മതം ചോദിക്കാതെ ആരും അറിയില്ല എന്ന് പറഞ്ഞ് ഒരാൾക്കൂട്ടത്തിൽ എന്ത് ചെയ്യുന്ന പതുക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യുന്ന പതുക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്ന എന്താ പറയുക, അവർ യഥാർത്ഥ വിശ്വാസികളല്ല. ഞാനും നിങ്ങളും ഇപ്പോഴും മാത്രമല്ല, നമ്മുടെ ദീനി ദേവാരംഗങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പരിപാടി വെക്കാം സമയബന്ധിതമായി കൊണ്ട്. നമ്മളിവിടെ 9 മണി പറഞ്ഞു, നമ്മൾ 10 മണിക്ക് പരിപാടി തുടങ്ങി. കാരണം ഇന്ന് നമ്മളെ മദ്രസകളിൽ എന്തുണ്ടെന്നറിയോ, പല പ്രദേശങ്ങളിലും പ്രവേശനോത്സവം നടത്തുക. അൽഹംദുലില്ലാ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രതീക്ഷിക്കുന്ന കൂടുതൽ ആളുകളിവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് ആൾക്കാർ പള്ളിയിൽ പോയി നിസ്കരിച്ച് വേഗം വരിക. അതല്ലാത്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളും സഹോദരിമാരും ഭക്ഷണം കഴിക്കുക, വേഗം നമസ്കരിച്ച് വന്ന് ഇതേ സദസ്സ് ഇതേ രൂപത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ, 1:50 എന്ന് പറഞ്ഞാൽ 2 മണിക്ക് മുമ്പ് 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഇതുവരെ കൂടണം. 4 മണിക്ക് നമ്മളെ പരിപാടി അവസാനിക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഈ സമയം, നമ്മുടെ ഈ അധ്വാനം പരലോകത്ത് പ്രതിഫലാർഹമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ സൗകര്യം ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നേരത്തെ പറഞ്ഞ മരിച്ചു.